ഇത് കുണിഞ്ഞി ഇടുക്കി ജില്ലയിലെ കുണിഞ്ഞി എന്ന് പറയുന്ന ഗ്രാമമാണ്. ഞങ്ങളുടെ ഈ മല ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നതിനകത്ത് പറഞ്ഞിരുന്നു, പൂക്കുളം മലയുടെ നടുഭാഗത്തോടെ പോകുന്ന വഴിയാണ് ഈ ടാർ റോഡ് കാണുന്നത്. അവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇത് കുണിഞ്ഞി നെല്ലാപ്പാറ റോഡാണ്. ഈ PW റോഡിൻ്റെ താഴെയാണ് നമ്മൾ പാറ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന പാറ ക്വാറി. ഇതിൻ്റെ ഈ മലയുടെ 1200 അടി ഹൈറ്റുള്ള മലയുടെ 750 അടി പകുതിക്കൽ വെച്ചാണ് ഈ പാറ പൊട്ടിക്കുന്ന സ്ഥലം. ഇതിപ്പോൾ കാണുന്നത് കുണിഞ്ഞി പള്ളിയാണ്. കുണിഞ്ഞി പള്ളിയിൽ ഒത്തിരി സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ഗ്രാമമാണ്, സുന്ദരമായ ഗ്രാമം കുണിഞ്ഞി. ആ ഗ്രാമം നശിപ്പിക്കാൻ വേണ്ടിയാണ് പാറ ക്വാറി മാഫിയകൾ കുണിഞ്ഞി കേന്ദ്രമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ മല തുറന്നെടുക്കുന്ന ഭാഗം ഈ വഴിയുടെ കുറച്ച് താഴെയാണ്. ഒരു മല മൊത്തമായിട്ട് തുറന്നെടുക്കുകയാണ് അവരുടെ ഉദ്ദേശം. അല്ല പാറ ക്വാറി ഭൂമി താത്തി പൊട്ടിക്കുമല്ല, ഒരു പാറയുടെ പകുതിക്ക് ചെന്ന് തുറന്നെടുക്കുന്ന ഭാഗമാണ്. അവിടെ അതിൽ തുരങ്കം പോകണമെന്ന് ഉണ്ടാക്കി വെക്കുകയാണ് ഇവരുടെ പരിപാടി. കുണിഞ്ഞി ഗ്രാമം നശിപ്പിക്കുകയാണ് പാറ ക്വാറി മാഫിയയുടെ ഉദ്ദേശം. നമ്മൾ നിൽക്കുന്ന ഈ റോഡിൻ്റെ ഒരു 100 മീറ്റർ താഴെയായിട്ടാണ് ഈ പാറമട വരാൻ പോകുന്നത് അല്ലേ? 100 മീറ്റർ പോലും ഇല്ല. 80-90 മീറ്ററിനുള്ള പാറമട ഉണ്ട്. ഇത് കുണിഞ്ഞി വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഒരുപാട് പേര് വൈകുന്നേരം കാണാനും സ്ഥലം കാണാനും എല്ലായിട്ടും വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇതൊരു ടൂറിസം പ്ലേസ് ആയിട്ട് വികസിച്ച് വരുന്നതാണ്. പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അടിയിലുള്ളതാണ്. ചുറ്റും മലയാണ്, കുണിഞ്ഞി ഗ്രാമത്തിൻ്റെ ചുറ്റും മലയാണ്. അതിൻ്റെ സൗന്ദര്യമാണ് ഈ പാറ ക്വാറി മാഫിയ തകർക്കാൻ നോക്കുന്നത്. അങ്ങപ്പുറം കാണുന്ന മല പുറപ്പുഴ, ആ മലയുടെ അപ്പുറം പുറപ്പുഴയാണ്. അങ്ങേറ്റത്ത് ഇവിടെ നിന്ന് വൈകുന്നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എറണാകുളത്തെ ലൈറ്റുകൾ വരെ കാണാം. എറണാകുളം MG റോഡിലുള്ള ലൈറ്റുകൾ വരെ ഇവിടെ കാണാം. ഇവിടെ നിന്നാൽ നല്ല ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ആ സ്ഥലം നശിപ്പിക്കാനാണ് പാറ ക്വാറി മാഫിയകൾ നോക്കുന്നത്. പിന്നെ ഇത് ഓറഞ്ച് സോണിൽപ്പെട്ട ഒരു മലയും കൂടെയാണ്. അപ്പം ഇവിടെ നേരത്തെ ഒരുപാട് ഉരുളുപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ മലയുടെ മുകളിൽ മുഴുവൻ ഉരുളൻകല്ലുകളും ഇതിൻ്റെ താഴെയെല്ലാം ഇരിക്കുന്നതാണ്. ഇതിൻ്റെ താഴെയാണ് നമ്മുടെ വീടുകളെല്ലാം വരുന്നത്. ഇവിടെ ക്വാറി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്ലുകളെല്ലാം ഉരുണ്ട് നമ്മുടെ വീടിൻ്റെ പുറത്തേക്കാണ് വീഴുക. ഈ താഴെ താമസിക്കുന്ന വീടുകൾ മുഴുവൻ നശിക്കാനും വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇതിന് മുന്നേ ഒരു തവണ ഈ റോഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഈ റോഡ് ഈ ക്വാറി നടക്കുന്നത് കഴിഞ്ഞിട്ട് ഈ ക്വാറി പൊട്ടിച്ചിട്ട് ഒരു വർഷം 2 വർഷത്തിനുള്ളിൽ ഈ റോഡ് ഇടിഞ്ഞു പോയതാണ്. അപ്പോൾ അത്രയും അപകട സാധ്യതയുള്ള ഒരു മേഖലയാണ്, ഓറഞ്ച് സോണിൽപ്പെട്ട മേഖലയാണ്. അപ്പോൾ ഇവിടെ ഒരിക്കലും ക്വാറി അനുവദിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് ഈ താഴത്തെ വശത്ത് കാണുന്ന സ്ഥലം സർക്കാർ ഭൂമിയാണ്. ഈ സർക്കാർ ഭൂമിയോട് ചേർന്നാണ് ഈ ക്വാറി നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഈ സർക്കാർ ഭൂമി കൂടെ കൈയടക്കുകയാണ് അവരുടെ ഉദ്ദേശം. അവിടെ കൂടെ കയറി അനധികൃതമായി പൊട്ടിച്ചാൽ അവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല. കാരണം അതിന് ചേർന്ന് വീടുകൾ മോളിൽ ഭാഗത്തില്ല. അവിടെ എല്ലാം സർക്കാർ ഭൂമിയാണ്. ആ സർക്കാർ ഭൂമിയാണ് ഇവരുടെ കണ്ണിൽ നോട്ടം കേട്ടേക്കുന്നത്. നിലവിൽ ഈ പാറമട തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ പാറമട വരുന്നതിനെക്കുറിച്ച് നിങ്ങൾ നേരത്തെ തന്നെ അറിഞ്ഞു കാണുമായിരിക്കും. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങളോ വഴക്കുകളോ കോടതിപരമായിട്ട് എന്തെങ്കിലും വ്യവഹാരങ്ങളോ വല്ലതും ഇപ്പം നടക്കുന്നുണ്ടോ നിലവിൽ? ഇപ്പം തൽക്കാലം ഒരു കോടതിയിൽ കേസുണ്ട്. അതായത് എൻ്റെ പഴയ വീടായിരുന്നു. ഞാനത് പൊളിച്ചു പണിയാൻ വേണ്ടിയിട്ട് എനിക്ക് മാറി താമസിക്കാൻ വേണ്ടി ഒരു വീട് ഉണ്ടാക്കി. ആ വീട് ഇപ്പം ദൂരപരിധിക്കുള്ളിലാണ്. അതായത് പാറമടയോട് ചേർന്നാണ്. കാരണം എൻ്റെ പണിക്കാർ എൻ്റെ വീട് പണിത് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ റബ്ബർ വെട്ടുകാരനെ കുടുംബമായിട്ട് കൊണ്ട് താമസിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു ഫാമിലിയെ കൊണ്ട് താമസിപ്പിച്ച് എനിക്ക് റബ്ബർ വെട്ടിക്കാനാണ്. അപ്പോൾ ഈ ഫാമിലി താമസിപ്പിക്കുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇച്ചിരി മാറ്റിയാണ് പണിതേക്കുന്നത്. അപ്പോൾ ആ വീടൊക്കെ ഇരിക്കുന്നത് ദൂരപരിധിക്കുള്ളിലാണ്. അതിനെതിരെ ഞാൻ എൻ്റെ പറമ്പിൽ വീട് പണിതതിന് എനിക്കെതിരെ ഹൈക്കോടതി കേസ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പറമ്പിൽ പണിയുന്നതിന് കൂത്താട്ടത്ത് കിടക്കുന്ന പാറമടക്കാരൻ്റെ അനുമതി വേണമെന്നുള്ള അവസ്ഥയാണ്. ഇപ്പം ചേട്ടൻ്റെ ഭൂമിയിൽ ചേട്ടന് 10-50 ചെറിയ ബിൽഡിങ്ങോ പണിതിട്ട് വേണമെങ്കിൽ ടൂറിസ്റ്റുകളെ കൊണ്ട് താമസിക്കാൻ മേലെ എനിക്ക് താമസിക്കാം. ഹോം സ്റ്റേ പോണക്ക് പണിയാലോ, എൻ്റെ പറമ്പിൽ കൂടെ എനിക്ക് പണിയാലോ. അതുപോലും സമ്മതിക്കില്ല. ഞാൻ ഒരു വീട് മാറ്റി പണിതതിന് എനിക്കെതിരെ ഹൈക്കോടതി കേസ് കൊടുത്തേക്കാണ്. ഞാനിപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടൻ്റെ ഭൂമി ചേട്ടൻ കെട്ടിടം പണിയത്തില്ല. അതായത് ഈ പാറമട കോറിക്കാരൻ്റെ അനുവാദപത്രം വേണം. കോറിക്കാരൻ്റെ അനുമതി ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പറമ്പിൽ കെട്ടിടം പണിയത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഭീഷണിയായിട്ട് വല്ലതും വന്നായിരുന്നു? ഭീഷണിയുണ്ട്, ഓഫറുണ്ട്. എന്നിട്ട് അവർ പറയുന്ന കേസിൽ പറഞ്ഞേക്കുന്ന ഭാഗം എൻ്റെ സ്ഥലത്തിന് കൂടുതൽ വില കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കെട്ടിടം പടുത്തതെന്നാണ് പറയുന്നത്. എനിക്ക് അവരുടെ സ്ഥലവും വേണ്ട, അവരുടെ പൈസയും വേണ്ട. എനിക്ക് എൻ്റെ ജനിച്ച നാട്ടിൽ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മക്കൾക്കും അവിടെ തന്നെ കിടക്കാനാണ് താല്പര്യം. എനിക്ക് സ്ഥലവും വേണ്ട, പാറമടക്കാരുടെ ഒരു ആനുകൂല്യം വേണം. അപ്പോൾ ഇവിടെ പാറപ്പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുവോ? വേണ്ട, ഇല്ല. ഇവിടെ മുഴുവൻ പൊടിയായിരിക്കും. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഒരു 10-100 പേരെങ്കിലും വൈകുന്നേരം ഇവിടെ ഉണ്ട്.
പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്, സിനിമാക്കാർ ഷൂട്ടിങ്ങുണ്ട് ഇവിടെ. ഇതൊന്നും ഇല്ലാണ്ടായിപ്പോ ഈ സാധനം പൊടി അങ്ങ് പൊങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പാറ പൊട്ടിച്ചതിന്റെ ഒച്ചപ്പാടും ബഹളവും പൊടിയും കൂടെ അങ്ങ് വന്നു കഴിഞ്ഞാൽ ഈ ശാന്തസുന്ദരമായ കുനിഞ്ഞി ഇല്ലാണ്ടാവും. 4 പ്രാവശ്യം ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കുരങ്ങ് പോലെയുള്ള മൃഗങ്ങൾ ഈ ഇതിലൂടെ സഞ്ചരിക്കുന്നതാണ്. കുരങ്ങ്, മുള്ളംപന്നി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ മലയപ്രദേശത്തൂടെ നടക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ പറ്റിയ സാമ്പത്തിക കുറവുള്ള ആൾക്കാരെല്ലാം ഈ പാറയുടെ പുറത്തൂടെയൊക്കെ വീട് വെച്ച് താമസിക്കുന്നുണ്ട്. അവരെല്ലാം ഇവിടുന്ന് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 1 മാസം പാറ പൊട്ടിച്ചപ്പോൾ അവിടുന്ന് ആ വീടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞായിരിക്കുന്നത്. ഉരുണ്ടി ഏടാറായി ഇരിക്കുന്ന വീടുകളുണ്ട് ഈ പ്രദേശത്ത് മുഴുവൻ. അപ്പോൾ അതിനെല്ലാം ഇത് പൊട്ടിച്ചാൽ ഇത് എല്ലാം ഇവിടുന്ന് താമസം വരെ മാറ്റേണ്ടി വരും. ആ വീട് മുഴുവൻ എല്ലാ വീടുകളും ചെറിയ വലുതായ എല്ലാ വീടുകളും വിണ്ട് കീറി എല്ലാം പൊട്ടിയിരിക്കുന്നു. അതെല്ലാം ഇപ്പോൾ എല്ലാം നന്നാക്കി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഇവിടെ 1 മാസം നേരത്തെ മുമ്പ് പൊട്ടിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതെല്ലാം ശരിയാക്കി കൊണ്ടുവന്നുള്ളൂ. ഇപ്പോൾ അത് വീണ്ടും ആരംഭിച്ചിരിക്കുക. ബഹുമാനപ്പെട്ട ജിയോളജിക്കൽ മന്ത്രി ഞങ്ങളുടെ ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ പാറമടയുടെ മൈനിങ് ആൻഡ് ജിയോളജി പെർമിഷൻ കൊടുത്തിരിക്കുന്നത് തന്നെ തെറ്റായ രീതിയിലായിരുന്നു. കാരണം ഈ മലയുടെ ചെരുവ് അളക്കാൻ വന്നിട്ട് ഒരു പ്രൈവറ്റ് ഏജൻസിയെ കൊണ്ട് അളപ്പിച്ചു ഇവർ. എന്നിട്ട് ആ അളവ് തന്നെ തെറ്റായിരുന്നു. അത് കാശ് കൊടുത്ത് ഇവർ ചുമ്മാ ഉണ്ടാക്കിയ രേഖയാണ് മൈനിങ് ആൻഡ് ജിയോളജിയുടെ രേഖ. ആ രേഖ വെച്ചാണ് ഈ പാറമടയ്ക്ക് അനുമതി കൊടുത്തേക്കുന്നത്. ബഹുമാനപ്പെട്ട പുതിയ മൈനിങ് ആൻഡ് ജിയോളജിയുടെ മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടി അവറുകൾ ഈ തെറ്റായ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവരുടെ നടപടിയെ ഒന്ന് നോക്കിക്കണ്ട് ഈ പാറമട നല്ല രീതിയിലല്ല എന്നുള്ളത് ഒന്ന് തെളിയിച്ചു തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ കുണിഞ്ഞിയിലുള്ള ഗ്രാമവാസികളെല്ലാവരും ഒന്നിച്ചെതിർത്തിട്ടും ഈ പാറമട നടത്തണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പാറമടക്കാർ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. ഇവിടെ ശാന്തി സമാധാനമായിട്ട് ഒരു നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ഈ പാറമട ഉണ്ടാക്കി തീരുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ വരുന്നത്. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കും. ഇടുക്കി ജില്ല തൊടുപുഴ താലൂക്ക് പുറപ്പുഴ വില്ലേജ് കുണിഞ്ഞിക്കരയാണ് ഇവിടെ. ഇതാണ് കുണിഞ്ഞി നെല്ലാപ്പാറ റോഡ്. അതിൻ്റെ താഴ്ഭാഗത്താണ് ഈ പാറമട വരുന്ന സ്ഥലം.